നിങ്ങൾക്കായി ഒരു കഥ പറയുകയാണ്. ഏതാണ് കഥയെന്നറിയാമോ? ശ്രീ സന്തോഷ് ഏജിക്കാനത്തിന്റെ ബിരിയാണി. ഞങ്ങളുടെ കഥ പറയുന്ന സാറ് രാജീവ് സാർ ഞങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു തന്നൊരു കഥയാണിത്. ഇന്ന് പൊയിനാച്ചിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു സദ്യ നടക്കാൻ പോവുകയാണ്. ബിരിയാണി സദ്യ. ഇത്രയും വലിയ സദ്യ നൽകുന്നത് കലന്തൻ ഹാജിയാണ്. കലന്തൻ ഹാജി അന്നാട്ടിലെ ധനാഢ്യനായ ഒരു ബിസിനസ്സുകാരനാണ്. കലന്തൻ ഹാജിയുടെ ചെറുമകൻ റിസ്വാന്റെ നിക്കാഹ് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. നാട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് ഒരു ബിരിയാണി വെച്ചു കൊടുക്കണമെന്ന് ഹാജിയാർക്കൊരു പൂതി. 5000 പേർക്കാണെന്ന് ബിരിയാണി നൽകുന്നത്. കലന്തൻ ഹാജിയുടെ ബംഗ്ലാവിലേക്ക് ഇനി ഒരു പണിക്കാരനെയും കൂടി വേണം. പൊയിനാച്ചിയിലെ കച്ചവടക്കാരനായ രാമചന്ദ്രൻ ഒരാളെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. ബീഹാർ സ്വദേശിയായ ഗോപാൽ യാദവിനെ. ഗോപാൽ യാദവ് കേരളത്തിൽ വന്നിട്ട് ഒത്തിരി വർഷമായി. അങ്ങ് ബീഹാറിൽ കൽക്കരി പാടത്ത് 2ാം തരം കൽക്കരി ധാരാളമുണ്ട്. അത് വാരലായിരുന്നു ജോലി. അവിടെ വെച്ചാണ് മാതങ്കിയെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും. ഈ വാരുന്ന കൽക്കരിയെല്ലാം സൈക്കിളിൽ കെട്ടിവെച്ച് 50 കിലോമീറ്റർ തള്ളിക്കൊണ്ടു പോകണം. ഇത്രയും കഷ്ടപ്പെടുമ്പോൾ കിട്ടുന്നത് 150 രൂപ. പകലന്തിയോളം അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിക്ക് അവിടെ കിട്ടുന്നത് 150 രൂപ. അതിൽ നിന്ന് പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കണം. സൈക്കിൾ റിപ്പയറിംഗ് ഉണ്ട്, ഗുണ്ടാപ്പിരിവ്. ഇതെല്ലാം കഴിയുമ്പോൾ കയ്യിൽ 10 രൂപ കാണും. ഗോപാൽ യാദവും ഭാര്യയും മകളും അവിടെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങനെയാണ് കേരളത്തിലെത്തുന്നത്. ഗോപാൽ യാദവ് കലന്തൻ ഹാജിയുടെ ബംഗ്ലാവിന് മുന്നിലെത്തി. ബസ്മതി ബിരിയാണിയുടെ സുഗന്ധം ഗോപാൽ യാദവിന്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. മാതങ്കി ഗർഭിണിയായിരിക്കുമ്പോൾ ഇച്ചിരി ബസ്മതി ബിരിയാണി കഴിക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഗോപാൽ യാദവ് നിരാശയാക്കിയില്ല അവളെ. ബിരിയാണി വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് 50 ഗ്രാം അരി വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. അത് അവൾ ഇങ്ങനെ തിന്നപ്പോൾ അവളുടെ മുഖത്ത് കണ്ട പ്രകാശം ഇപ്പോഴും ഗോപാൽ യാദവിന്റെ മനസ്സിലുണ്ട്. അവിടെ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ട് സിനാൻ പറഞ്ഞു, "വായി, അവിടെ കുഴിച്ചോ." തന്നെ കൊണ്ടുവന്നത് ഒരു കുഴി എടുക്കാനാണെന്ന് ഗോപാൽ യാദവിന് മനസ്സിലായി. പക്ഷെ കുഴി എന്തിനാണെന്ന് ചോദിച്ചില്ല. ഗോപാൽ യാദവ് കുഴിയുടെ പണി ആരംഭിച്ചു. കിതയ്ക്കുന്നു, വയ്യാത്ത വിശപ്പ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഗോപാൽ യാദവ് കുഴിയുടെ പണി പൂർത്തിയാക്കി. എന്നിട്ട് അങ്ങനെ ആ പച്ചമണ്ണിൽ നീണ്ടു നിവർന്നു കിടന്നു. കലന്തൻ ഹാജിയുടെ ബംഗ്ലാവിൽ ബിരിയാണി സദ്യ പൊടിപൊടിക്കുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, അങ്ങോട്ട് ചെന്നാലോ? വേണ്ട, ചിലപ്പോ പട്ടിയെ പോലെ ആട്ടി ഓടിച്ചാലോ? അല്പം സമയം കഴിഞ്ഞപ്പോൾ സിനാൻ അവിടേക്ക് വന്നു. "ഹായ്, പണി കഴിഞ്ഞാ?" "ഓ, കഴിഞ്ഞു." "ഉസ്മാനെ, അതെല്ലാം കൊണ്ടുവാ." ഗോപാൽ യാദവ് നോക്കിയപ്പോൾ 4-5 പേർ ചേർന്ന് ഒരു പച്ച വീപ്പ താങ്ങിക്കൊണ്ട് വരുന്നു. അത് ആ കുഴിയിലേക്ക് കമഴ്ത്തി. ഗോപാൽ യാദവ് നെഞ്ചെടുപ്പോടെ കണ്ടു നിന്നു. എല്ലും കഷ്ണങ്ങൾ കൂടിയ ബിരിയാണി ആ കുഴിയിലേക്ക് വീഴുന്നു. വീണ്ടും വീണ്ടും വീപ്പകൾ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്ത ബിരിയാണി ആ കുഴിയിൽ വീണു. ആ കുഴി നിറഞ്ഞു. "വായി, ഇനി ഇതെല്ലാം ചവിട്ടി ലെവലാക്ക്." ഗോപാൽ യാദവ് ചവിട്ടാൻ കാലുയർത്തി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അയാൾ കാല് പിൻവലിച്ചു. "ഈ കിടക്കുന്നത് ബസ്മതിയാ. ബസ്മതിയെ ഞാൻ എങ്ങനെ ചവിട്ടും? ആ, നോക്കി നിൽക്കാൻ ചവിട്ടി അമർത്തമായി. വഴി 11ആയി." ഗോപാൽ യാദവ് ചവിട്ടി. "വായി, ഇനി ആ കുഴി മൂടിക്കോ." ഗോപാൽ യാദവ് കുഴി മൂടാൻ തുടങ്ങി. സിനാൻ വീണ്ടും ചോദിച്ചു, "ബായിക്ക് എത്ര മക്കളാ?" ഗോപാൽ യാദവ് പറഞ്ഞു, "എനിക്ക് ഒരു മോളാ." "എന്താ പേര്?" "ബസ്മതി." "ബസ്മതി? നിക്കഴിഞ്ഞാ? പഠിക്ക?" "അല്ല, എന്റെ ബസ്മതി മോള് മരിച്ചുപോയി." "അല്ലാ, മരിച്ചാ? എങ്ങനെ?" "വിശന്നിട്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന എന്റെ പൊന്നുമോള് മരിച്ചത്. പട്ടിണി കിടന്ന്. ഇങ്ങനെയാ എന്റെ മോളെ കുഴിച്ചു മൂടിയത്, ഇങ്ങനെയാ." ഗോപാൽ യാദവ് ആ മണ്ണിൽ ആഞ്ഞാഞ്ഞു വെട്ടി. ഒടുവിൽ ആ കുഴി ഒരു ശവക്കുഴി പോലെ മൂടപ്പെട്ടു. പ്രിയമുള്ളവരെ, ആഡംബരത്തിനും ആർഭാടത്തിനും അന്നം തൂർത്തടിക്കുമ്പോൾ ഓർക്കുക, വിശപ്പിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഒരു ജനതയെ. നന്ദി, നമസ്കാരം.